CSR ഫണ്ടിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ അനന്തു കൃഷ്ണനെതിരെ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഇടുക്കിയിൽ മാത്രം 100ഓളം പേർക്ക് പണം നഷ്ടമായി എന്നാണ് വിലയിരുത്തൽ. തനിക്കെതിരെ പരാതി നൽകരുതെന്നാവശ്യപ്പെട്ട് ഉപഭോക്താക്കൾക്ക് അനന്തു കൃഷ്ണൻ അയച്ച ശബ്ദരേഖ 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. പ്രിയപ്പെട്ട ഗുണഭോക്താക്കളെ, നമസ്കാരം. അനന്തു കൃഷ്ണനാണ്. ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഇരുന്നാണ് ഈ വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ തിരികെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തിരികെ തരാനോ സാധനങ്ങൾ തരാനോ കഴിയും. ഞാൻ അകത്ത് കിടക്കും തോറും എനിക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചെയ്യുവാൻ നിങ്ങളുടെ പൈസ ഉൾപ്പെടെ തിരികെ തരാൻ പറ്റില്ല. ഞാൻ പുറത്തു നിന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പിടിയിലായ ശേഷം അനന്തു കൃഷ്ണൻ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലിരുന്ന് ഉപഭോക്താക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശമാണിത്. CSR ഫണ്ടിന്റെ വരവിൽ തടസ്സം നേരിട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. കുറച്ചു കാലത്തിന് ശേഷം എല്ലാവരുടെയും പണം നൽകും. അതുവരെ ആരും പരാതി നൽകരുതെന്നാണ് അനന്തുവിന്റെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തുടനീളം പ്രതിക്കെതിരെ പരാതികളുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് 9 കോടി രൂപ. 40,000 മുതൽ 60,000 രൂപ വരെയാണ് ഒരാൾക്ക് നഷ്ടമായത്. വാട്സപ്പ് വഴി ഒരു പരസ്യമായിരുന്നു, ഇങ്ങനെ വണ്ടി പകുതി വിലയ്ക്ക് കിട്ടും, ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവനോട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ സീഡ് സൊസൈറ്റിയുടെ ഒരു പ്രൊമോട്ടറെയാണ് നമുക്ക് കിട്ടിയത്. അവർ വഴിയാണ് നമ്മൾ സീഡ് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുത്തതും. അവർ വഴിയാണ് അവരൊരു അക്കൗണ്ട് തരുക ചെയ്തത്, നമുക്ക് ഒരു അക്കൗണ്ട് നമ്പർ തരുക ചെയ്തത്. ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഇത്ര രൂപ അടയ്ക്കുമെന്ന് പറഞ്ഞു. 60,000 രൂപ അടയ്ക്കുകയും ചെയ്തത് HDFC ബാങ്കിൽ, മൂവാറ്റുപുഴ HDFC ബാങ്കിലാണ് 60,000 രൂപ അടച്ചത്. കടലാസ് കമ്പനികളുടെ മറവിലെടുത്ത അക്കൗണ്ടിലൂടെയായിരുന്നു പണമിടപാടുകൾ. 30 കോടിയിലധികം രൂപ വിവിധ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളുടെ സഹായികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.